ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 92 തുടങ്ങി 100 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വിഷയം, സത്യവിശ്വാസിയായ ഒരാൾ ആ വിശ്വാസത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അവരോടുള്ള നിലപാട്, അള്ളാഹുവിൻ്റെ നിലപാട് എന്താണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. നമ്മൾ അവരെ ശിക്ഷിക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം അവരിൽ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചു. പിന്നെന്താണ്, ഇനി അവിശ്വാസിയായി അയാൾ പിന്നീട് അയാൾക്ക് തൗബ ചെയ്യണമെന്ന് തോന്നി തിരിച്ചു വന്നാൽ എന്താണ്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. പിന്നെ ഇനി അവിശ്വാസിയായിക്കൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഇനി എന്തൊക്കെ തന്നെ പ്രായശ്ചിത്തം കൊടുക്കാമെന്ന് വെച്ചാലും ഈ നരകശിക്ഷയിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയായ ആൾ എന്ത് തന്നെ നന്മയായി ചെയ്താലും അത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമുണ്ട്. ഒരു അവിശ്വാസിയായ ഒരാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് സ്വതക്കഥ കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ സഹായിക്കണമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും അള്ളാഹു അവർക്ക് പരലോകത്തിൽ അതിന് പ്രതിഫലം നൽകൂല എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇഹത്തിൽ അള്ളാഹു അവർക്ക് അതിനുള്ള നന്മകളൊക്കെ നൽകും. പരലോകത്തിലോട്ട് ഒരു അവിശ്വാസിയുടെ ഒരു കാര്യത്തിനും ഉള്ള പ്രതിഫലം നന്മയായിട്ട് കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇനി ഒരു സത്യവിശ്വാസിയായ ആൾ വളരെ ചെറുതാണ് ചെലവഴിക്കുന്നതെങ്കിലും അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകും അല്ലേ. അപ്പോൾ ആ ചെലവഴിക്കണ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ചെലവഴിച്ചാലാണ് അത് കൂടുതൽ പുണ്യകരവും നമുക്ക് പ്രതിഫലം കൂടുതലും കിട്ടുക എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആയത്തൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ലൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല, നമ്മൾ പഠിച്ചാണ് അല്ലേ. നാല എന്നുള്ള വാക്കാണ് തനാലു. നാല എന്ന് വെച്ചാൽ നേടി, പ്രാപിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ലൻ തനാലു, നിങ്ങൾ നേടുകയില്ല. അൽ ബിർറ എന്ന് വെച്ചാൽ പുണ്യം. അപ്പോൾ പുണ്യം നിങ്ങൾ ഒരിക്കലും നേടുകയില്ല. ഏതുവരെ? ഹത്താ തുംഫിഖു, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. എന്താണ് ചെലവഴിക്കേണ്ടത്? മിമ്മാ തുഹിബ്ബൂ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ചെലവഴിക്കുന്നത് വരെ നിങ്ങളൊന്നും തന്നെ പുണ്യമായി നേടുകയില്ല എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഏറ്റവും പുണ്യകരമായും ഏറ്റവും പ്രതിഫലം അർഹിക്കുന്നതും ആയ രീതിയിൽ നമുക്ക് പുണ്യം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ നിന്നാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഇത് വിശദമായി പഠിച്ചതാണ് അല്ലേ, സ്വതക്കയെക്കുറിച്ച്. അപ്പോൾ അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഒന്നും കൂടി ഉണർത്തുകയാണ്. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അത് ചെലവഴിച്ചിട്ട് അതിൽ നിന്ന് പ്രതിഫലം കിട്ടൂല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാണോ, നമുക്ക് പുണ്യം കൂടുതൽ കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ ആ ചെലവഴിക്കുന്ന സാധനത്തിനോട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം. ഇഷ്ടം കൂടുന്തോറും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും വർദ്ധിക്കും എന്നാണ് മനസ്സിലാക്കണത് അല്ലേ. വമാ തുംഫിഖു, നിങ്ങൾ എന്ത് തന്നെ ചെലവഴിച്ചാലും, മിൻ ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നും, ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാകുന്നു എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഈ ആയത്ത് കേട്ടപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ആയത്തുകൾ കേട്ടല്ലേ, സൂറത്തുൽ ബഖറയിൽ മനസ്സിലാക്കി എങ്ങനെ ചെലവഴിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മൾ ചെലവഴിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം മാറ്റം നമ്മളിൽ ഉണ്ടായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാൽ മാത്രമേ ഈ പഠിക്കണതിനുള്ള കാര്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോലെയല്ല ഒരിക്കലും സ്വഹാബികൾ. അപ്പോൾ അവർക്ക് ഈ ആയത്ത് അവതരിച്ചപ്പോൾ അവരെങ്ങനെയാണ് അതിന് പ്രതികരിച്ചത് എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ആയത്ത് അവതരിച്ച സമയത്ത്
അൻസ്വാരികളിൽപ്പെട്ട ഒരു ധനികനായ ഒരാളായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോട്ടം ഉണ്ടായിരുന്നു, ബൈറൂഹ എന്ന് പറഞ്ഞ തോട്ടം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ മസ്ജിദുൻ നബവിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ, അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ പോയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റ് കൊള്ളാൻ അവിടെ പോയിരിക്കാറുണ്ടായിരുന്നു. അതിലെ വെള്ളമൊക്കെ കുടിക്കൽ പതിവായിരുന്നു. അപ്പോൾ ഈ ഒരു ആയത്ത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്നും ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു അല്ലേ. അപ്പോൾ എൻ്റെ സ്വത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൈറൂഹ തോട്ടമാണ്, അതുകൊണ്ട് ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള ധർമ്മമാകുന്നു എന്ന് വന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ പുണ്യവും പ്രതിഫലവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിത് നൽകണേന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞ മറുപടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ലാഭകരമായ ധനം എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, താങ്കൾ ഇത് താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ധർമ്മമാക്കി വെക്കുവാനാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ അടുത്ത കുടുംബങ്ങൾക്കും പിതൃവ്യ പുത്രന്മാർക്കുമൊക്കെ ആയിട്ട് ആ തോട്ടത്തെ ഭാഗിച്ചു കൊടുത്തു എന്നാണ്. അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും വിലപ്പെട്ട ഒരു സ്വത്തുണ്ടായിരുന്നത് ഖൈബറിലെ ഗനീമത്ത് ഭാഗിച്ചപ്പോൾ കിട്ടിയ ഒരു തോട്ടമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആലോചിച്ച ശേഷം അത് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫായി പ്രഖ്യാപിച്ചു. പിന്നെ ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇങ്ങനെ ആലോചിച്ചു, തൻ്റെ വസ്തുക്കളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം ഒരു റോമക്കാരിയായ തൻ്റെ ഒരു അടിമ സ്ത്രീയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ അടിമ സ്ത്രീയെ സ്വതന്ത്രയാക്കി വിട്ടു. അവളെ വീണ്ടും മടക്കിയെടുക്കലാകുമോ എന്ന് പേടിച്ചിട്ട് അവളെ വിവാഹം കഴിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് അദ്ദേഹം. അടുത്തത് പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്. അപ്പോൾ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹുവിന് തൻ്റെ സ്വത്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുതിരയായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മമായി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സെയ്ദിൻ്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹു ഇതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യുവാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു ഈ കുതിരപ്പുറത്ത് സവാരി ചെയ്യണ കണ്ടപ്പോൾ സെയ്ദിൻ്റെ മുഖത്ത് ഒരു അനിഷ്ടം പ്രകടമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, താങ്കളുടെ ധർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഈ മകൻ ഈ കുതിരപ്പുറത്ത് സവാരി ചെയ്തത് കൊണ്ടൊന്നും അതിനൊരു ദോഷവും വരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്വഹാബികളുടെ പ്രതികരണം. അവർ ഈ ഒരു ആയത്ത് അവതരിച്ച ഉടനെ ചെയ്ത കാര്യങ്ങളാണിത്. നമ്മളിത് കുറേ തവണയായില്ലേ ഇങ്ങനത്തെ ആയത്തുകൾ പഠിക്കണു കേൾക്കണു ഒക്കെ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അടുത്ത ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് യഹൂദികളുടെ ചില ആക്ഷേപങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് അല്ലേ, ഇസ്ലാമിൽ ആദ്യത്തെ പ്രവാചകനൊന്നല്ല. അപ്പോൾ മുമ്പുള്ള പ്രവാചകന്മാരെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, ഈ ഇസ്രായേലിയർക്ക് ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ഹറാമായിരുന്നു, ആ ഭക്ഷണ സാധനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലാലാണ്, കഴിക്കുന്നുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇബ്രാഹീമിൻ്റെ മില്ലത്താണെന്നാണ് പറയണത്, എങ്ങനെയാണ് അപ്പോൾ അത് ശരിയാവാന്നാണ് അവരുടെ ചോദ്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയാണ് പിന്തുടരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിൽ ചില ഭക്ഷണങ്ങളൊക്കെ ഹറാമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു, അത് കഴിക്കാറുണ്ടായിരുന്നില്ല. ആ ഭക്ഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ മുന്നുള്ള പ്രവാചകന്മാരുടെ പിൻഗാമി ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരണത് എന്നാണ് ഇവരുടെ ചോദ്യം. അപ്പോൾ അതിന് അള്ളാഹു കൊടുക്കണ മറുപടി ഇതാണ്, ഇവർക്ക് ഇസ്രായേലിയർക്ക് എല്ലാ ഭക്ഷണവും ഹലാലായിരുന്നു എന്നാണ് അള്ളാഹു പറയണത്. എന്നാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ചില ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടായിരുന്നില്ല. അത് ഓരോരുത്തർക്ക് ചില ഭക്ഷണങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പം അദ്ദേഹം ഒട്ടകത്തിൻ്റെ മാംസവും പാലും ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ മുയലിൻ്റെ മാംസം, കുഴിമുയൽ, കൊഴുപ്പ് ഇതൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു വീട്ടിൽ പിതാവ് കഴിക്കാണ്ടാവുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ ആ വക ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ടാവില്ല. അങ്ങനെ മക്കളും ചിലപ്പോൾ ആ പാത തന്നെ പിന്തുടർന്ന് വരാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അത് കഴിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് അള്ളാഹു അത് വിരോധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് പാരമ്പര്യമായി ഈ ഇസ്രായേലിയർ അങ്ങനെ കഴിക്കാണ്ടായി. അപ്പോൾ ഇവരത് മതത്തിലെ ഒരു ആചാരമായി അങ്ങോട്ട്
സ്വയം പ്രഖ്യാപിച്ചു. അതാണ് ഉണ്ടായത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ആയത്ത് നമുക്കൊന്ന് നോക്കാം. കുല്ലു ത്വആമി, കുല്ലു എന്ന് വെച്ചാൽ എല്ലാം, ത്വആമ് ഭക്ഷണം, കാന ഹില്ലുൻ ലിബനി ഇസ്രായേൽ, കാന ആയിരുന്നു, ഹില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവദനീയമായിരുന്നു, ഹലാലായിരുന്നു, ആർക്ക്? ലിബനി ഇസ്രായേൽ, ഇസ്രായേലിയർക്ക്, ബനു ഇസ്രായേലിയർക്ക് എല്ലാ ഭക്ഷണവും അനുവദനീയമായിരുന്നു എന്നാണ് അള്ളാഹു പറയണത്. ഇല്ലാമ ഹറമ ഇസ്രായേലു അലാ നഫ്സിഹി, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ, അതായത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഹറാമാക്കി, അതായത് നിഷിദ്ധമാക്കിയതൊഴികെ എല്ലാ ഭക്ഷണങ്ങളും ഇസ്രായേലിയർക്ക് ഹലാലായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത്. ഇനി പറയണെന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം എപ്പോഴാണ് ഈ ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്നത്? തൗറാത്തൊക്കെ അവതരിക്കണതിന് മുമ്പാണ് അല്ലേ? തൗറാത്ത് ആർക്ക് അവതരിച്ച വേദഗ്രന്ഥമാണ്? മൂസാ നബി അലൈഹി സ്വലാമൊക്കെയാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം കഴിഞ്ഞ് പിന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം വരണത്. അപ്പോൾ അള്ളാഹു പറയാണ് ഇവിടെ, മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത്, തൗറാത്ത് അവതരിക്കപ്പെടുന്നതിൻ്റെ മുമ്പായി ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ സ്വന്തം പേരിൽ കഴിക്കാണ്ടിരുന്ന ഹറാമാക്കിയ ഭക്ഷണങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഭക്ഷണങ്ങളും ഇസ്രായേലിൽ കഴിക്കാറുണ്ടായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭക്ഷണങ്ങളും ഹലാലായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത്. അപ്പോൾ ഇവരുടെ വെല്ലുവിളി എന്താണ്? മുമ്പുള്ള പ്രവാചകന്മാരൊന്നും കഴിച്ചിട്ടില്ല, അപ്പം എങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കഴിച്ചിട്ടില്ല, അപ്പം എങ്ങനെയാണ് ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹലാലായതെന്നാണ് ചോദ്യം. അപ്പോൾ അള്ളാഹു അവിടെ ഒരു വെല്ലുവിളി നടത്താണ്. അങ്ങനെയാണെങ്കിൽ ഇത് അള്ളാഹു നിഷിദ്ധമാക്കിയതാണെങ്കിൽ തൗറാത്തിൽ കാണണമല്ലോ, മുമ്പുള്ള പ്രവാചകന്മാർക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ തൗറാത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലോ കാണണം. ഇപ്പം ഇവരുടെ കയ്യിൽ എന്തുണ്ട്? തൗറാത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ തൗറാത്ത് കൊണ്ടുപോയോ, എന്നിട്ട് അതിലൊന്ന് കാണിച്ചതായോ ഇന്ന ഭക്ഷണങ്ങളൊക്കെ ഹറാമാണ് എന്നൊന്ന് കാണിച്ചു തരാനാണ് അള്ളാഹു പറയണത്. കുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുന്നത്, കുൽ നബിയെ താങ്കൾ പറയുക, ഫഅതു എന്നാൽ നിങ്ങൾ കൊണ്ടുവരുവിൻ, ബിത് തൗറാത്തി തൗറാത്തും കൊണ്ടുവരൂ നിങ്ങൾ, ഫത്ലൂഹ എന്നിട്ട് അത് പാരായണം ചെയ്തതായോ, ഇൻ കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, എന്നിട്ട് അതിലൊന്ന് കാണിച്ചു തരാൻ, ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഹറാമാണെന്നൊന്ന് കാണിച്ചു തരാനാണ് ഇവിടെ പറയണത്. അപ്പോൾ ഈ ഒരു വെല്ലുവിളി ഇവർ സ്വീകരിച്ചില്ല. സ്വീകരിക്കണമെങ്കിൽ ഈ തൗറാത്തിലുണ്ടെങ്കിലല്ലേ ഇവർക്ക് ഇത് കൊണ്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊന്ന് കാണിച്ച അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയെ ഇവർക്ക് സത്യമല്ല എന്ന് തെളിയിക്കാനുള്ളൊരു അവസരമായിരുന്നു അത്. പക്ഷേ ഒരാളും അതുകൊണ്ടൊന്ന് കാണിച്ചിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അള്ളാഹു ഈ ഭക്ഷണങ്ങളൊന്നും നിഷിദ്ധമാക്കിയിട്ടില്ല, ഇത് തൗറാത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇല്ലാമ ഹറമ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഇസ്രായേൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറയണത് ഇത് ബനു ഇസ്രായേലിനെ സംബന്ധിച്ചാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഇത് ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിക്കാറുണ്ടായിരുന്നില്ല. ചില പണ്ഡിതന്മാർ പറയുന്നതാണ് അവരിലുണ്ടായിരുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരുടെ ഒക്കെ ഇടപെടൽ മൂലം ചില ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ ഹറാമാക്കി, ഈ സമുദായം അങ്ങനെ ഹറാമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൗറാത്തിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ പണ്ഡിതന്മാരുടെ ഇടപെടൽ മൂലം അവർ കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഹനഫികൾ ചില നാടുകളിൽ ബീഫ് കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹു നമുക്ക് നിയമമൊന്നും ആക്കിയിട്ടില്ല. അതുപോലെ മുമ്പും ഇതുപോലെ ചില പണ്ഡിതന്മാരുടെ ഇടപെടൽ മൂലം അവർ കഴിക്കാറുണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു അഭിപ്രായം നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ, ഈ ബനു ഇസ്രായേലിയുടെ ധിക്കാരം മൂലം അള്ളാഹു അവർക്ക് ചില സാധനങ്ങൾ ശിക്ഷയായിട്ട് അവർക്ക് ചിലതിനൊക്കെ ഹറാമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മൾ ഈ സൂറത്തിൽ തന്നെ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈസാ നബി അലൈഹി സ്വലാം വന്നത് എന്തിനാണ്? മുമ്പുള്ള പ്രവാചകനെ നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനും നിങ്ങൾക്ക് നിഷിദ്ധമായ ചിലതിനെ നിങ്ങൾക്ക് ഞാൻ അനുവദനീയമാക്കാനും വന്നിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാവുന്നത് ഈ അള്ളാഹു ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ ഇവരുടെ ധിക്കാര നിമിത്തം ഇവർക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങനെയും ആ അഭിപ്രായം. എന്ത് തന്നെയാണെങ്കിലും ഇവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം തൗറാത്തിലോ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലോ ഒന്നും അള്ളാഹു ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇപ്പോഴുള്ള ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ലേവ്യ പുസ്തകം 11-ാം അധ്യായം 4-6 വരെയുള്ള വചനങ്ങളിൽ പറയണത്, ഒട്ടകം അയവിറക്കുന്നത് എങ്കിലും കുളമ്പ് പിളർന്നിട്ടില്ലായത് കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. ഒട്ടകം കഴിക്കാൻ പാടില്ല എന്നുണ്ട്. പിന്നെ കുഴിമുയൽ അതും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യം എങ്ങനെയാണ്? മുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. അപ്പോൾ തൗറാത്തിൽ ഇല്ലാത്ത ഈ ഒരു നിയമം ആരോ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഇങ്ങനെ ഈ ലേവ്യ പുസ്തകത്തിൽ വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കണത്.
അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യത്തിലും പറയണത് ഇങ്ങനെയാണ്: എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവ ഏവയെന്നാൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ. അവ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നവയല്ല, അവ നിങ്ങൾക്ക് അശുദ്ധം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണത് ഇതൊന്നും അള്ളാഹു ഹറാമാക്കിയതല്ല, ഇത് ആരോ പിന്നീട് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അള്ളാഹുവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം അതിൻ്റെ അടുത്തൊരായത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫമൻ ഇഫ്തറ, എന്നാൽ ആരെങ്കിലും കെട്ടിച്ചമച്ചുവോ, ഇഫ്തറ എന്ന് വെച്ചാൽ കെട്ടിച്ചമച്ചു, പിന്നീട് എഴുതി ഉണ്ടാക്കിയാൽ, അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ വ്യാജം. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഇത് നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞ് ആരെങ്കിലും വ്യാജം പറഞ്ഞുണ്ടാക്കിയാൽ, മിം ബഅദി ദാലിക, ഇതിന് ശേഷം, ഫഉലൈക ഹുമുല്ലാലിമൂൻ, എന്നാൽ അക്കൂട്ടർ തന്നെയാകുന്നു അക്രമികൾ എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പം ഇനി ആരും ഇങ്ങനൊരു വാദവുമായിട്ട് വരണ്ട, ഇതൊന്നും നിങ്ങൾക്ക് ഹറാമായിരുന്നില്ല എന്ന് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുന്നത്, ഖുൽ നബിയെ താങ്കൾ പറയുക, സ്വദഖല്ലാഹ്, അള്ളാഹു സത്യം പറയുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, അള്ളാഹു പറഞ്ഞതാണ് സത്യം, നിങ്ങൾ പിൻപറ്റേണ്ടത് ആരെയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്താണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരു മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആളായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിൻപറ്റണത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അള്ളാഹു പിന്നെയും പറഞ്ഞു തരാണ്, നിങ്ങളെല്ലാവരും പിൻപറ്റേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയാണ്. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങളൊക്കെ ഇബ്രാഹിമിൻ്റെ ആളുകളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഏറ്റവും നന്നായി ഓർക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പാത പിൻപറ്റുന്നത് എന്നാണ്. നമ്മളുടെ ജീവിതത്തിലൊന്ന് എടുത്തു നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അല്ലേ. നമ്മൾ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തിൽ ഇബ്രാഹിമി സ്വലാത്ത് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അല്ലേ. അപ്പോൾ അതിൽ ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും അനുഗ്രഹം ചെയ്യണമേ എന്നാണ് ഓരോ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ തന്നെ ഒരുപാട് തവണ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആകെ 2 ആഘോഷങ്ങളേ ഉള്ളൂ അല്ലേ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. അപ്പോൾ അതിൽ ആ ബലി പെരുന്നാൾ എന്ന് പറയുന്നത് ആരുടെ ഓർമ്മയ്ക്കാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും സ്മരണയ്ക്ക് വേണ്ടിയാണ് അല്ലേ, സ്മരണയാണ് നമുക്കതിലുണ്ടാവണത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുക ആരാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്നല്ലേ. അടുത്ത ആയത്തിലും ഈ ബനു ഇസ്രായേലരുടെ ഒരു വിമർശനത്തിനുള്ളൊരു മറുപടിയാണ്. എന്താണ് അവർ പറയണതെന്ന് വെച്ചാൽ, മുൻപുള്ള പ്രവാചകന്മാരുടെയൊക്കെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. എന്നിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നു എന്നാണ് അവരുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 16-17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലോട്ടാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്. നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ അതിൽ ഖിബ്ല മാറ്റത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതായിരുന്നു അല്ലേ. അപ്പോൾ അള്ളാഹു അവർക്ക് മറുപടിയായിട്ട് പറയണത് ഇങ്ങനെയാണ്, ഈ കഅബ എന്ന് പറയണത് മനുഷ്യർക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി ആദ്യമായി ഉണ്ടാക്കിയ ഭവനമാണ്. അതായത് ബൈത്തുൽ മുഖദ്ദസിനേലൊക്കെ ഒരുപാട് മുമ്പേ ഉള്ള ആരാധനാലയമാണ് കഅബ എന്നാണ് പറയണത്. ബൈത്തുൽ മുഖദ്ദസ് പണി കഴിപ്പിച്ചത് സുലൈമാൻ നബിയുടെ കാലത്താണെന്നാണ് അറിയണത്. അതായത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് തുടങ്ങി മകനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണത് പൂർത്തിയായത് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ബൈബിൾ അനുസരിച്ച് 1 രാജാക്കന്മാർ 6-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. അതായത് ശലോമോൻ എന്ന് പറയുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ് ഈ ബൈത്തുൽ മുഖദ്ദസ് പണിതതെന്നാണ് ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനേലുമൊക്കെ ഒരുപാട് മുമ്പേ ഉള്ള ആരാധനാലയമാണ് കഅബ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. ആയത്ത് നമുക്ക് നോക്കാം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തി, നിശ്ചയമായും ഒന്നാമത്തെ വീടാണ്, വുളിഅ ലിന്നാസി, മനുഷ്യർക്ക് വേണ്ടി വെക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം. ഈ ഭവനം ബൈത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്തായ ബീത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കഴിച്ചു കൂട്ടി എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പള്ളികളോടുള്ള സമീപനമല്ല മുമ്പത്തെ കാലത്തെ പള്ളികളിൽ. പണ്ട് ഇപ്പം നമ്മൾ നമസ്കരിക്കാൻ മാത്രമാണ് അല്ലേ. ഇപ്പം
മുമ്പത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമസ്കരിക്കാൻ മാത്രമല്ല, ആളുകൾ അവിടെയാണ് താമസിച്ചിരുന്നത്. പഠിക്കാൻ വേണ്ടി ആളുകൾ അവിടെ വന്ന് താമസിച്ചിരുന്നു, പഠിച്ചിരുന്നു ഒക്കെ. അവിടെ കായികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടോ, അപ്പോഴെല്ലാവരും പള്ളിയിലാണ് കൂടുന്നത്. അങ്ങനെ എന്താവശ്യത്തിനും അവർ പള്ളിയിലായിരുന്നു കൂടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ലല്ലദീബി ബക്കത്ത, എന്താണ് ബക്കയിലുള്ള, മക്കയുടെ വേറൊരു പേരാണ് ബക്ക. ഇപ്പം മക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്നത് ആ ഒരു പ്രദേശത്തിന് മുഴുവനാണ് മക്ക എന്നറിയപ്പെടുന്നത്. ബക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹറമിൻ്റെ സ്ഥലം. ബക്ക എന്ന് വെച്ചാൽ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്നാണ് അർത്ഥം, ഹറമിൻ്റെ ചുറ്റുമുള്ള സ്ഥലം എന്ന്. പിന്നെ ഖുർആനിൽ മക്കേനെ അറിയപ്പെടുന്നത് എന്താണ്, പിന്നെ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. ഉമ്മുൽ ഖുറ എന്ന് വെച്ചാൽ എന്താണ്, ആദ്യത്തെ നഗരം. കറിയത്ത് എന്ന് വെച്ചാൽ രാജ്യം, ഖുറ രാജ്യങ്ങൾ അല്ലേ. അപ്പോൾ ഉമ്മുൽ ഖുറ രാജ്യങ്ങളുടെ ഉമ്മ, അതായത് ആദ്യത്തെ നഗരം എന്നർത്ഥം. പിന്നെ അൽ ബലദുൽ അമീൻ എന്ന് പറയുന്നുണ്ട്, നിർഭയ രാജ്യം അല്ലേ. അപ്പോൾ ഇതൊക്കെ മക്കേനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദുൽ അമീൻ, ഇതൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ബക്ക എന്ന് പറയുന്നത് അനുഗ്രഹീതമായൊരു സ്ഥലമാണ്. അത് മാർഗദർശനമാണ് ആർക്ക്, ലോകർക്കുള്ള. ആലമീൻ എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാണ്ട് പിന്നെ എന്തുണ്ടോ അതെല്ലാം പെടും എന്നാണ് പറയണത്. അപ്പോൾ ലോകർക്കുള്ള എല്ലാവർക്കും അനുഗ്രഹീതമായൊരു സ്ഥലവും മാർഗദർശനവുമാണ് ഈ ബക്ക അല്ലെങ്കിൽ മക്ക. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണത്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി പണി കഴിപ്പിച്ചതാണെന്നുണ്ട്. പിന്നെ പറയണത് അല്ല, ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയതാണ്. അത് എന്നിട്ട് നശിച്ചു പോയതിന് ശേഷം പിന്നീട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിനെ പുതുക്കി പണിതതാണെന്നാണ് ഒരു അഭിപ്രായം. പിന്നെ അതുമല്ല, മലക്കുകളാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊരു അഭിപ്രായമുണ്ട്. എന്ത് തന്നെയാലും അത്രയും മനുഷ്യൻ്റെ കാലത്തോളം പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കണത്. അടുത്ത ആയത്തിലും ഈ മക്കയുടെ പ്രാധാന്യമാണ് അള്ളാഹു പറയണത്. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അതിലുണ്ട് ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വരുമ്പോൾ അവിടെ ഒരു പുൽക്കൊടി പോലും ഉണ്ടായിരുന്നില്ല അല്ലേ. എന്നിട്ട് ഈ ഭവനം പണിത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ സൂറത്തുൽ ബക്കറയിൽ പഠിച്ചു. ഒരു വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നതിന് ശേഷമാണല്ലേ അവിടെ സംസം വന്നതും. ഈ അവിടെ ഉള്ള ജനങ്ങൾക്കും പിന്നെ ലോകത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണല്ലേ, അവർക്കും എല്ലാവർക്കുമുള്ള ഭക്ഷണവും വെള്ളവും അള്ളാഹു അവിടെ ഒരുക്കി തന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒന്നിനും ഒരു മുടക്ക് അള്ളാഹു അവിടെ തന്നിട്ടില്ല. പിന്നെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളുണ്ടായിരുന്നു അല്ലേ അവിടെ. മുമ്പ് ജാഹിലിയ കാലത്ത് എപ്പോഴും ഈ ഗോത്ര തർക്കങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും യുദ്ധങ്ങളൊക്കെ നടക്കണ കാലമായിരുന്നു. എന്നിട്ട് പോലും അവർ പോലും ഈ കഅബയെ ഈ 4 മാസത്തെ അവർ ആദരിച്ചിരുന്നു എന്നാണ്, യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ. പിന്നെ ഈ കഅബയുടെ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ആനക്കലഹ സംഭവം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് വ്യക്തമായി അറിയാം ഈ ആനക്കലഹ സംഭവം നടക്കണ ആ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിറങ്ങണ സമയത്ത് അവരുണ്ട്. അപ്പോൾ അന്ന് എങ്ങനെയാണ്, ഈ അബ്രഹത്ത് ഈ ഇത്രയും വലിയ ആനപ്പടകളുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നിട്ട് അള്ളാഹുവിൻ്റെ സൈന്യം അല്ലേ, പക്ഷികളാകുന്ന ഒരു സൈന്യത്തെ ഇറക്കിക്കൊണ്ട് അള്ളാഹു അവരുടെ ചുണ്ടിൽ നിന്നിട്ട കല്ലുകൾ വീണി, ഈ പക്ഷികളുടെ കൊക്കിൽ നിന്ന് വീണ കല്ലുകൾ കൊണ്ട് ഈ ആനപ്പട അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അള്ളാഹു, അതൊരു വലിയൊരു ദൃഷ്ടാന്തമാണ്, അന്നത്തെ കാലത്ത് ഏറ്റവും അറിയപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഈ കഅബയുടെ പ്രത്യേകതകൾ എടുത്തു കാണിക്കുന്ന സവിശേഷതകളാണ് അല്ലേ. പിന്നെ അള്ളാഹു പറഞ്ഞ ഒരായത്താണ് മഖാമു ഇബ്രാഹിം. അവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിന്ന സ്ഥലമുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ കഅബ പണിയാനായിട്ട് കയറി നിന്നൊരു കല്ല് അവിടെ ഇപ്പോഴും നമുക്ക് കാണാം. എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. അതും നിങ്ങൾക്കൊരു തെളിവായിട്ട് അവിടെ ഉണ്ട് എന്നാണ് അള്ളാഹു പറയണത്. ഇനി വമൻ ദഖലഹു കാന ആമിന, അങ്ങോട്ട് ആരെങ്കിലും കടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നിർഭയനാണ്. ഇനിയിപ്പോൾ എത്ര കുറ്റം ചെയ്ത ഒരാളായിക്കോട്ടെ, അതിൻ്റെ അകത്തോട്ട് കഅബയുടെ ആ ഹറമിൻ്റെ പരിധിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് മാത്രമല്ല, സസ്യലതാദികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അവിടെ നിർഭയത്വമാണ്. അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അവിടുത്തെ ചെടികളോ വൃക്ഷങ്ങളോ ഒന്നും നമ്മൾ നശിപ്പിക്കാനോ ഒന്നും പാടില്ല. ഇപ്പോൾ ഒരു മാതാപിതാക്കളെ കൊന്ന ഒരാൾ അതിൻ്റെ അകത്ത് കയറിയാൽ പോലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് പുറത്ത് കടക്കാണ്ട് അയാളെ ഒരു നിയമ നടപടിയോ അല്ലെങ്കിൽ ഒരു ശിക്ഷാ നടപടിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരങ്ങോട്ട് കടന്നുവോ അവൻ അവിടെ നിർഭയനായി എന്നാണ് അള്ളാഹു പറയണത്. വമൻ ദഖലഹു കാന ആമിന.
അടുത്ത ഭാഗം പറഞ്ഞത് ഹജ്ജിന് ഉള്ളൊരു ആഹ്വാനമാണ്. അള്ളാഹു നമ്മളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീടിനെ കരുതി അങ്ങോട്ട് ചെല്ലുക, ഹജ്ജ് ചെയ്യുക എന്നാണ് പറയണത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി. ആ ഹജ്ജ അല്ലെങ്കിൽ ഹജ്ജ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് പോകുക എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് പോണത്. അപ്പം അതിനെയാണ് ഹജ്ജ എന്ന് പറയണത്. അപ്പോൾ അള്ളാഹുവിനോട് മനുഷ്യരുടെ മേലൊരു ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കടമയുണ്ട്, ആ ബൈത്തിനെ കരുതി ചെല്ലല്. എല്ലാവരും ചെല്ലണോ? വേണ്ട. അവിടെ അള്ളാഹു പറയാണ് മനിസ്തതാ ഇലൈഹി സബീല. യാതൊരുവന് അത് സാധ്യമാകുന്നുവോ, മാർഗം സാധ്യമാകുന്നുവോ അവനാണ് ചെല്ലേണ്ടത്. അപ്പോൾ മാർഗം സാധ്യമാകുക എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിലാണ്? സമ്പത്ത് വേണോ അല്ലേ? അങ്ങോട്ട് പോകാനുള്ള സാമ്പത്തികമായ കഴിവ് നമുക്ക് വേണം. പിന്നെ സമ്പത്ത് മാത്രം പോരാ, ആരോഗ്യം വേണം അല്ലേ? ആരോഗ്യം വേണം, നിർഭയത്വം വേണം. ഇതെല്ലാം ഉള്ള ആളുകൾക്കെല്ലാം നിർബന്ധമാണ് ഹജ്ജ് ചെയ്യലെന്ന്. ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, എന്നിട്ട് ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്കതിന് ശിക്ഷയുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ നമ്മൾ വേറെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ട. അപ്പോൾ ഈ ഹജ്ജ് എന്നുള്ള കാര്യം നമുക്ക് വളരെ നിർബന്ധമായ, അള്ളാഹു ഏറ്റവും കർശനമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹജ്ജ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അള്ളാഹു പറയണം, ഇനി ആരെങ്കിലും അവിശ്വസിച്ചാൽ, കാഫിറായാൽ എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ. അള്ളാഹു അങ്ങോട്ട് ക്ഷണിക്കണം, അള്ളാഹുവിൻ്റെ വീട്ടിലോട്ടാണ് അള്ളാഹു ക്ഷണിച്ചേക്കണത്. എന്നിട്ട് പറഞ്ഞു വമൻ കഫറ, ഇനി ആരെങ്കിലും അവിശ്വസിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ ഫ ഇന്നല്ലാഹ ഗനിയ്യുൻ, നിങ്ങൾ മനസ്സിലാക്കിക്കോ അള്ളാഹു ധന്യനാണ്. ഇപ്പം നിങ്ങൾ ഹജ്ജിന് വന്നാലും വന്നില്ലെങ്കിലും അള്ളാഹുവിന് യാതൊരു കോട്ടവും വരില്ല അല്ലേ, അള്ളാഹുവിൻ്റെ പ്രതാപത്തിന്. അപ്പം ഫ ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരിൽ നിന്ന് ഏറ്റവും ധന്യനാണ് അള്ളാഹു എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഈ കഅബയുടെ പ്രത്യേകതയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നു, കിബിലയാക്കിയതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഒരിക്കലും മുൻപുള്ള പ്രവാചകന്മാരുടെ പാതയ്ക്ക് വിരുദ്ധമായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണത്. അപ്പം അതിൻ്റെ പ്രത്യേകതകൾ പറയാണ്. അവിടെ ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമ് ഇബ്രാഹിം ഉണ്ട്, അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിർഭയത്വമുണ്ട് എന്നൊക്കെ അള്ളാഹു പറയാണ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് മാർഗം കഴിയുന്നവർ അങ്ങോട്ട് വന്ന് ആ ഭവനത്തെ കരുതി ചെല്ലേണ്ടതുണ്ട്, അതായത് ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്. ഇനി ആരെങ്കിലും ചെയ്തില്ല, കാശൊക്കെ ഉണ്ടായി ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതാപത്തിന് ഒരു കോട്ടവും വരൂല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു തരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു, മനുഷ്യരെ നിങ്ങളുടെ മേൽ അള്ളാഹു ഹജ്ജ് കർമ്മം ഫർലാക്കിയിരിക്കുന്നു, അത് നിർബന്ധമാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ കൊല്ലവും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. പിന്നെയും അയാൾ ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ അതേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാ കൊല്ലവും നിർബന്ധമാകുമായിരുന്നു, നിങ്ങൾക്കത് സാധിക്കുകയുമില്ല അല്ലേ. നമുക്ക് ആലോചിച്ചറിയാം, ഇപ്പോൾ ഒരു പ്രാവശ്യം തന്നെ പോകാനായിട്ട് പറ്റണില്ല പലർക്കും അല്ലേ. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളെ കൂടുതൽ വിശദീകരണം നൽകാതെ വിട്ടേക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ചോദ്യം ചോദിക്കാതെ എന്നെ വിട്ടേക്കുമെന്ന്. നിങ്ങളുടെ മുമ്പുള്ളവർ നാശത്തിൽ പതിച്ചത് ഇവരുടെ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ചോദ്യം കാരണമാണ്. നമ്മൾ സൂറത്തുൽ ബഖറയിൽ അത് മനസ്സിലാക്കിയല്ലേ, പശുവിനെ ഇറക്കണ സംഭവത്തിലൊക്കെ അവർ ചോദിച്ച് അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കൂടുതലുണ്ടായത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ നിർവഹിക്കുക, ഇനി ഞാൻ എന്തെങ്കിലും വിരോധിച്ചാൽ നിങ്ങളത് പൂർണ്ണമായും വർജിക്കുകയും ചെയ്യുക എന്ന്. അപ്പോൾ ഹജ്ജ് നിർബന്ധം ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമാണ് ഹജ്ജ് നിർബന്ധമുള്ളത്. ഇനി കൂടുതൽ ചെയ്താലോ അത് കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. വല്ലവരും കൂടുതൽ ഹജ്ജ് ചെയ്താൽ അത് ഐച്ഛിക കർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഐച്ഛിക കർമ്മം എന്ന് വെച്ചാൽ സുന്നത്ത് കർമ്മം, നമുക്ക് ഇഷ്ടാനുസരിച്ച് ചെയ്യാം, പ്രതിഫലം കൂടുതലുള്ള കാര്യമാണ്. ഇനി ഒരാൾ ഹജ്ജ് ചെയ്യുകയും അതിൽ സ്ത്രീ സല്ലാപമോ തോന്നിയവാസമോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ പാപരഹിതനായിക്കൊണ്ടായിരിക്കും അവൻ തിരിച്ചു വരിക എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹജ്ജ് ചെയ്യണതിൻ്റെ പുണ്യം. ഇതൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് അള്ളാഹു അങ്ങനെ നമ്മളെ ക്ഷണിക്കുകയാണല്ലേ. പിന്നെ ഉംറയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിരിക്കും എന്നാണ്. അപ്പോൾ ഒരു പുണ്യകരമായ യാതൊരു കോട്ടവും പോരായ്മയും ഇല്ലാത്തൊരു ഹജ്ജിൻ്റെ പ്രതിഫലം എന്താണ്? സ്വർഗമല്ലാതെ പ്രതിഫലവും ഇല്ല എന്നാണ്. അപ്പോൾ സ്വർഗം കിട്ടും എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അല്ലേ ഹജ്ജ് ചെയ്യാൻ ഇതുവരെ സാധിക്കാത്ത എല്ലാവർക്കും അള്ളാഹു അതിനുള്ളൊരു അവസരം നൽകട്ടെ. ആമീൻ. ഇനി അടുത്ത ആയത്തിലോട്ട് പോവാം. അടുത്ത ആയത്ത് ഇങ്ങനെയാണ്, വേദക്കാരോടുള്ള 2 ക്വസ്റ്റ്യനാണ് അടുത്ത 2 ആയത്തിൽ. അള്ളാഹു ചോദിക്കാണ്, ഖുൽ യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ നിങ്ങളൊന്ന് പറയ്,
ലിമ തക്ഫുറൂന, നിങ്ങൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിങ്ങൾ എന്തിനാണ് ഈ അവിശ്വസിക്കുന്നത്? വല്ലാഹു ഷഹീദുൻ അലാമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ അള്ളാഹു സാക്ഷികളാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്നാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, ഖുൽ യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, ലിമ തസുദ്ദൂന, ഇവർ എന്തിനാണ് തടുക്കുന്നത് എന്നാണ് ചോദ്യം. ഇവർ വിശ്വസിക്കാണ്ടിരിക്കാൻ മാത്രമല്ല ചെയ്യണം, ഇവർക്ക് ആ സത്യവിശ്വാസികളെ എങ്ങനെയെങ്കിലും ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ അൽബക്കറയിലൊക്കെ പഠിച്ചു, തൊട്ട് മുമ്പത്തെ പേജുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, അവരുടെ ആഗ്രഹം അതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് അള്ളാഹു, നിങ്ങൾ എന്തിനാണ് തടുക്കുന്നത്? അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും, മൻ ആമന, വിശ്വസിച്ച ആളുകളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വസിച്ച ആളുകളെ എന്തിനാണ് നിങ്ങൾ അതിൽ നിന്നും തടുക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. തബഗൂനഹ, നിങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നു, അവരതിൽ നിന്നും തെറ്റിപ്പോണം, ആ വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവജ, വക്രത, ഇവജ എന്ന് വെച്ചാൽ വക്രത, നേരായ മാർഗത്തിലൂടെ തെറ്റിക്കാൻ പറ്റില്ല. ഇവരെന്തെങ്കിലും ഊടായ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ വിശ്വസിച്ച ആളുകളെ അതിൽ നിന്നും തെറ്റിക്കാനാണ് നോക്കണത്. അപ്പോൾ അൻതും ഷുഹദ, നിങ്ങളാകട്ടെ സാക്ഷികളുമാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു അവിടെ ഒരു കർശനമായിട്ടൊരു താക്കീത് നൽകാണ്. നിങ്ങൾ എന്തൊക്കെ തന്നെ പ്രവർത്തിച്ചാലും അതൊക്കെ അള്ളാഹു ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കലും അള്ളാഹു അശ്രദ്ധനല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഈ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാവിയിൽ വരാൻ പോണ ഭവിഷ്യത്തിനെ കുറിച്ച് അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഇൻ തുത്തി ഓ, നിങ്ങൾ അനുസരിച്ചു എന്നാണ്. ഇനി നിങ്ങൾ അങ്ങാനം അനുസരിച്ചാൽ ആര്? ഫരീഖം മിനല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട കൂട്ടരിൽ നിന്നും ഒരു വിഭാഗത്തെ നിങ്ങൾ അങ്ങാനം അനുസരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ യറുദ്ദൂക്കും, അവർ നിങ്ങളെ മടക്കും. ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം അവർ നിങ്ങളെ മടക്കിക്കളയും. എങ്കിട് കാഫിരീൻ, അവിശ്വാസികളായി മാറ്റിക്കളയും എന്നാണ് അള്ളാഹു ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകണത്. അവരുടെ അങ്ങാനും വല്ല വാക്ക് കേട്ട് നിങ്ങൾ അതനുസരിക്കാൻ പോയാൽ നിങ്ങളെ വിശ്വാസത്തിൽ നിന്നും അവർ അവിശ്വാസികളായി മാറ്റിക്കളയും. അത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ സത്യവിശ്വാസികൾ എന്തൊക്കെ തന്നെ നന്മ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കും. അത് ആ നന്മ കൂടുതൽ പുണ്യകരവും നമുക്ക് കൂടുതൽ പ്രതിഫലവും കിട്ടണമെങ്കിൽ എങ്ങനെ നമ്മൾ ചെലവഴിക്കണം എന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞത് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അതാണ് ചെലവഴിക്കണത്. നമ്മൾ കൊടുക്കണ സാധനത്തിനോട് നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രയും പുണ്യം അള്ളാഹുവിൽ നിന്ന് കിട്ടും, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടും എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു തന്നത്. പിന്നെ ബനു ഇസ്രായേലരുടെ ഒരു വിമർശനത്തിനുള്ളൊരു മറുപടിയാണ്. അവർ പറയുന്നത് എന്താണ്? ബനു ഇസ്രായേലിയർക്ക് ചില ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ഹറാമായിരുന്നു. ആ ഭക്ഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കുന്നുണ്ട്. അവർക്ക് അതൊക്കെ ഹലാലാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്നാണ് അവരുടെ ചോദ്യം. മുമ്പുള്ള പ്രവാചകന്മാർ അതൊന്നും കഴിച്ചിരുന്നില്ല എന്നാണ് അവർ പറയണത്. അള്ളാഹു അപ്പോൾ അതിന് മറുപടി കൊടുക്കണം. എന്താണ്? യാക്കൂബ് നബി അലൈഹിസ്സലാം എന്തോ കാരണത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ടായിരുന്നു, വാദത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില ഭക്ഷണ സാധനങ്ങൾ, അതായത് ഒട്ടകത്തിൻ്റെ മാംസവും പാല്, പിന്നെ കൊഴുപ്പ്, മുയൽ, കുഴിമുയൽ, ഇതൊന്നും അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം കഴിക്കാണ്ടിരുന്നതാണ്. അല്ലാണ്ട് അതൊരിക്കലും ബനു ഇസ്രായേലിയർക്ക് ഹറാമൊന്നും ആയിരുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. ബനു ഇസ്രായേലിയർക്ക് എല്ലാ ഭക്ഷണവും ഹലാലായിരുന്നു. ഇനി ഇത് ഹറാമാണെങ്കിൽ തൗറാത്തിൽ അത് കാണണമല്ലോ, നിങ്ങൾ ആ തൗറാത്ത് ഒന്ന് കൊണ്ടൊന്ന് വായിക്കുകയെന്നാണ് അള്ളാഹു പറയണത്. നിങ്ങൾ സത്യമാണ് പറയണമെങ്കിൽ ആ തൗറാത്തിലൊന്ന് കാണിച്ചതാ, ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഹറാമായിരുന്നു എന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഇനി അള്ളാഹുവിൻ്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചാൽ അവരാണ് ഏറ്റവും വലിയ അക്രമി എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. അള്ളാഹു പറയണതാണ് സത്യമെന്നും നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ പിൻപറ്റേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാതയാണെന്നും അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇവരുടെ ഒരു അടുത്ത വാദമാണ്. എന്താണ് നിങ്ങൾ ബാക്കിയുള്ള മുമ്പുള്ള പ്രവാചകന്മാരുടെ കിബിലയായ ബൈത്തുൽ മുഖദ്ദസിനെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലോട്ട്, കഅബയിലോട്ട് തിരിഞ്ഞത് എന്താണെന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താണ്? ഈ പ്രവാചകന്മാരുടെ ആദ്യത്തെ പ്രവാചകൻ തുടങ്ങിയുള്ള നിങ്ങളുടെ ആദ്യത്തെ ഭവനം ആരാധനാലയം അതാണ്. ഇതിനേലും പഴക്കമുള്ള പ്രാധാന്യമുള്ള ഭവനമാണ്, ആരാധനാലയമാണ് കഅബ. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു പറയണം. അവിടെ മക്കാം ഇബ്രാഹിം ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടുത്തുയർത്തതാണ്. അപ്പോൾ ഈ മുമ്പത്തെ പ്രവാചകന്മാരെ അനുസരിക്കണില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അവിടെ ഉണ്ട്, മക്കാം ഇബ്രാഹിം അവിടെ ഉണ്ട്. ഇനി ആരെങ്കിലും അങ്ങോട്ട് പ്രവേശിച്ചാൽ അവന് നിർഭയത്വമുണ്ട്.
അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഒരു ആഹ്വാനം നടത്താണ്. സാധിക്കുന്നവരെല്ലാവരും വന്ന് ഹജ്ജ് ചെയ്യണം. അത് അള്ളാഹുവിൻ്റെ മേൽ മനുഷ്യർക്കുള്ള ബാധ്യതയാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനി ആരെങ്കിലും ഹജ്ജ് ചെയ്തില്ല, അള്ളാഹു പറഞ്ഞതിനെ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ധന്യതയ്ക്ക് ഒരിക്കലും കോട്ടം വരൂല. അള്ളാഹു ലോകരിൽ വെച്ച് ഏറ്റവും ധന്യനാണെന്ന് പറഞ്ഞു. പിന്നെ വേദക്കാരോടുള്ള 2 ചോദ്യമാണ്. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെയൊക്കെ കളവാക്കണത്? നിങ്ങൾ കളവാക്കുക മാത്രമല്ല ചെയ്യണം, പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സത്യവിശ്വാസികൾ അതിൽ നിന്നും തെറ്റിക്കാനായിട്ട് സത്യവിശ്വാസത്തിൽ നിന്നും അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും എന്തിനാണ് അവരെ തടുക്കണത് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. എന്നിട്ട് സത്യവിശ്വാസികളോട് അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ആരെങ്കിലും അവരിൽ നിന്ന് വേദക്കാരിൽ നിന്നുമുള്ള ഒരു വിഭാഗത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വേദക്കാരെ നിങ്ങളെ വിശ്വാസത്തിൽ നിന്നും അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.